നമസ്കാരം. ആകാംക്ഷകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് 543 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പിന്റെ തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. രാജ്യത്താകെ 7 ഘട്ടമായി ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ നടത്താനാണ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏപ്രിൽ 19 ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കും. രണ്ടാം ഘട്ടത്തിൽ കേരളത്തിൽ ഏപ്രിൽ 26 തെരഞ്ഞെടുപ്പ് നടക്കും. എല്ലാ ഘട്ടവും പൂർത്തിയാക്കിയതിനു ശേഷം ജൂൺ 4 വോട്ടെണ്ണൽ നടക്കുകയും ചെയ്യും. തീയതി പ്രഖ്യാപിച്ചതോടുകൂടി ഇന്ന് മുതൽ പെരുമാറ്റച്ചട്ടവും നിലവിൽ വരും. എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപനത്തിനോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ തീയതിയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 4 സംസ്ഥാനങ്ങളിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുന്നത്. ആന്ധ്രാപ്രദേശും ഒഡീഷയും സിക്കിമും അരുണാചലുമാണ്. എന്തായാലും ആന്ധ്രാപ്രദേശിൽ മെയ് 13 ആയിരിക്കും വോട്ടെടുപ്പ് നടക്കുക. അരുണാചൽ പ്രദേശിലും സിക്കിമിലും ആവട്ടെ ഏപ്രിൽ 19 ഒഡീഷയിൽ മെയ് 13 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോകുന്നത്. ആകെ രാജ്യത്ത് 96.8 കോടി വോട്ടർമാരാണ് ഉള്ളത്. ഇതിൽ 49.7 കോടി പുരുഷന്മാരും 47.1 കോടി സ്ത്രീകളും 48,000 ട്രാൻസ്ജെൻഡറുകളും ഉൾപ്പെടുന്നുണ്ട്. 1.8 കോടി കന്നി വോട്ടർമാരാണ് ഇത്തവണ വിധി എഴുതാൻ പോകുന്നത്. നിലവിലെ ലോക്സഭയുടെ കാലാവധി ജൂൺ 16 അവസാനിക്കും. അതുകൊണ്ട് തന്നെ അതിനു മുൻപ് പുതിയ സർക്കാർ രാജ്യത്ത് ചുമതലയേൽക്കുകയും ചെയ്യും.